പ്രിയപ്പെട്ടവരെ, നമ്മൾ വീണ്ടും ദൈവത്തിൻ്റെ വിശുദ്ധ വചനം ചിന്തിക്കുവാൻ വേണ്ടി വീണ്ടും അടുത്തു വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ ഞാൻ എന്നും പറയുന്നത് പോലെ ഒരു നല്ല ദിവസം, ഒരു സുദിനം നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു. ആ സൃഷ്ടാവായിരിക്കുന്ന നമ്മുടെ മഹാദൈവത്തിൻ്റെ വന്യനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു പോരുന്ന വിഷയം, അതെ, ഇസ്രായേലിന് ദൈവം കൊടുത്ത പ്രമാണങ്ങളെക്കുറിച്ചാണ്. കുറേയേറെ നിയമങ്ങൾ അവർക്ക് കൊടുത്തു. അതിലാദ്യം ചിന്തിച്ചത് അവർക്ക് ലഭിച്ച 10 കൽപ്പന, 10 കമാൻഡ്മെന്റ്സ് എന്ന് പറയും. ഈ 10 കൽപ്പനകൾ അത് 2 ഭാഗമായിട്ടാണ്. അതിലൊരു ഭാഗം മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധത്തെയും അടുത്ത ഭാഗം മനുഷ്യനോടുള്ള ബന്ധത്തെയുമാണ് കാണിക്കുന്നത്. ഇതാണ് പറഞ്ഞത്. അതിനുശേഷം അതിനോട് അനുബന്ധിച്ച് ദൈവം വിശദമായി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ കടന്നു വന്നത്. അത് നമ്മൾ അവസാനം ചിന്തിച്ചത്, നമ്മുടെ സംസാരങ്ങൾ എങ്ങനെയായിരിക്കണം, വ്യാജ വർത്തമാനം നാം പറയരുത് എന്നുള്ളതാണ്. അത് പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ് പറയുന്നത്. വ്യാജ വർത്തമാനം പറയരുത്, കള്ളസാക്ഷിയായിരിക്കാൻ ദുഷ്ടനോടുകൂടെ ചേരരുത്. നോക്കുക, തല പോയെന്ന് പറഞ്ഞാലും സത്യത്തിനു വേണ്ടി ജീവിക്കാൻ, സത്യം സത്യമാണെന്ന് പറയാൻ ഉള്ള തൻ്റെ ഇടം മനുഷ്യർക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ ഇവിടെ കള്ളസാക്ഷ്യങ്ങൾ എത്രയാ, കൈക്കൂലിയുടെ പേരിൽ, മറ്റ് സ്ഥാനമാനങ്ങളുടെ പേരിൽ ഒക്കെ കള്ളസാക്ഷ്യങ്ങൾ വ്യക്തമായി, ഞാൻ പറയുന്നത് കള്ളമാണെന്ന് അറിഞ്ഞിട്ട് പോലും മനസാക്ഷിക്ക് യാതൊരു കൂസലുമില്ലാതെ ഇങ്ങനെ കള്ളസാക്ഷ്യം പറയുന്നവർ നമ്മുടെ സമൂഹത്തിൽ എത്ര അധികമുണ്ട്. നമ്മൾ ചിന്തിക്കുക. ഇത് നമ്മുടെ ജീവിതാനുഭവമല്ലേ? അപ്പൊ അത് പറയരുത് എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുക. പിന്നെ പറയാം, ന്യായം മറിച്ചു കളവാൻ ബഹുജനപക്ഷം ചേർന്ന് വ്യവഹാരത്തിൽ സാക്ഷ്യം പറയരുത്. നോക്കുക, ന്യായം മറിച്ചു കളവാൻ ബഹുജനപക്ഷം ചേർന്ന് വ്യവഹാരത്തിൽ സാക്ഷ്യം പറയരുത്. കള്ളസാക്ഷ്യം പറയാൻ നാം പോകരുത്. ന്യായം എവിടെയാണ്, ആ ന്യായത്തിന്റെ കൂടെ നാം നിൽക്കണം. പിന്നെ അടുത്തത്, നിന്റെ ശത്രുവിന്റെ, അതിനി മൃഗങ്ങളെ കുറിച്ചാണ്. നോക്കുക, ദൈവത്തിന്റെ കരുതൽ ഇനിയുണ്ട്. മനുഷ്യനെ കുറിച്ചുള്ള വസ്തുത പറയ വരും. ഇതിങ്ങനെ ഇടകലർന്ന് കിടക്കുകയാണ്. നിന്റെ ശത്രുവിന്റെ കാളയോ കഴുതയോ വഴിതെറ്റിയതായി കണ്ടാൽ അതിനെ അവന്റെ അടുക്കൽ തിരികെ കൊണ്ടുപോകണം. അപ്പൊ മൃഗങ്ങളെ കുറിച്ച് ഇപ്പം ക്രിസ്തു ചോദിച്ചു, ക്രിസ്തുവിന്റെ അടുക്കൽ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചൊരു പരീക്ഷ പ്രമാണി വന്നു. ആ പരീക്ഷ പ്രമാണിയോട് ക്രിസ്തു ചോദിച്ചു, ന്യായപ്രമാണത്തിൽ എന്താ പറയുന്നത്? അവൻ പറഞ്ഞു, നീ നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നിന്റെ ദൈവത്തെ സ്നേഹിക്കണം, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. ഇതിനേക്കാൾ വലിയ ഒരു പ്രമാണമില്ലെന്നാ ക്രിസ്തു പറഞ്ഞത്. അപ്പൊ ഈ 2 പ്രമാണങ്ങൾ, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. ആരാണ് കൂട്ടുകാരൻ എന്ന് ചോദിച്ചതിന് ക്രിസ്തു പറഞ്ഞ വലിയൊരു ഉപമയുണ്ട്. നല്ല ശമരിയാക്കാരന്റെ ഉപമയാണ് ഇവിടെ പറയുക. നിന്റെ ശത്രുവിനോട്, അതിനുശേഷം ക്രിസ്തു ഇവിടെ പറഞ്ഞു, നീ നിന്റെ ശത്രുവിനെ സ്നേഹിക്കണമെന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ അതിനുള്ള ഒരു വഴിയാണ് പറഞ്ഞത്. നിന്റെ ശത്രുവിന്റെ കാളയോ കഴുതയോ വഴിതെറ്റിയതായി കണ്ടാൽ അതിനെ അവന്റെ അടുക്കൽ തിരികെ കൊണ്ടുവിടണം. നമ്മളിപ്പോ എന്ത് ചെയ്യുന്നറിയോ? ഒരെണ്ണം വഴിതെറ്റി പോണ കണ്ടാൽ അതിനെ ഒന്നോടെ അടിച്ച് മുമ്പോട്ട് ഓടിക്കും. ഒരു കാരണവശാലും ഇതിന്റെ ഉടമസ്ഥ അതിനെ കണ്ടുപിടിക്കാത്ത വിധത്തിൽ ഏതെങ്കിലും കാടുകളിലേക്ക് നമ്മൾ കയറ്റിവിടും. അതാ ഇന്നത്തെ നമ്മുടെ സ്വഭാവം. അത് ചെയ്യരുതേ. കാരണം അപ്പോൾ നീ നിന്റെ ശത്രുവിനോട് ക്ഷമിക്കുന്നവനല്ല. നിന്റെ ശത്രുവിനോട് ക്ഷമിച്ചാൽ അവന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക എന്നാ പറഞ്ഞത്. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. അപ്പൊ ഈ ശത്രുവിന്റെ തലമേൽ തീക്കനൽ കുന്നിക്കാൻ പോരുന്ന ഒന്ന് നീ അവന് ചെയ്യുന്ന നന്മയാണ്. എന്താ തീക്കനൽ കുന്നിക്കുക എന്ന് പറയാ? അവന് ചിന്തിക്കാൻ കുറ്റബോധം അവന്റെ തലയിൽ, ആ കുറ്റബോധം എരിയുന്ന ഒരു തീക്കനലായി അവന്റെ തലയിൽ ഇരിക്കും. കാരണം ഇങ്ങനെ എനിക്ക് വേണ്ടി ഈ നന്മ, ഞാൻ ഇത്രയേറെ ദോഷങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണല്ലോ, എന്നോട് ഇങ്ങനെ ഒരു നന്മ ചെയ്തത്, എൻ്റെ ആവശ്യത്തിൽ എന്നെ സഹായിക്കാൻ ഇവനല്ലേ എനിക്കുണ്ടായുള്ളൂ എന്നുള്ള ചിന്ത വരുമ്പോൾ സ്വയം അവന്റെ കുറ്റബോധമുള്ളവൻ ആയി അവൻ തീരും. അതവനെ നന്മയിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ വീണ്ടും പറയാ, നിങ്ങളുടെ ഇടയിലുള്ള ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവന്റെ ന്യായം
മറിച്ചു കളയരുത്. അപ്പൊ പീഡിതർക്ക് വേണ്ടിയും ദരിദ്രന്മാർക്ക് വേണ്ടിയും കരുതുന്ന ഒരു ദൈവത്തെയാ നമുക്ക് ഇസ്രായേലിന് കൊടുത്ത പ്രമാണത്തിൽ കൂടെ കാണാൻ സാധിക്കുന്നത്. അല്ലാതെ ഇന്നത്തെ സമൂഹം എങ്ങനെയാ? ഇന്നത്തെ സമൂഹം സമ്പന്നർക്ക് വേണ്ടി ജീവിക്കുന്നതാണ്. ഇവിടുത്തെ സ്ഥാനമാനങ്ങൾ ഉള്ളവർക്ക് വേണ്ടിയാ ഇന്നത്തെ സമൂഹം നിൽക്കുന്നത്. രാഷ്ട്രീയ ബന്ധങ്ങൾ, രാഷ്ട്രീയമായി ഉന്നത ബന്ധങ്ങൾ ഉള്ളവർക്ക് ഇവിടെ എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയാണ് നാം കാണുന്നത്. എന്നാൽ ദൈവം കാണുന്നത് ആ ഒരു ദരിദ്രനെയാണ്. അവനാണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ. പ്രിയമുള്ളവരെ, ഒരിക്കലും ദരിദ്രനെ നിർദ്ദയം തള്ളിക്കളയാനല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. നിങ്ങളുടെ ഇടയിലുള്ള ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവന്റെ ന്യായം മറിച്ചു കളയരുത്. കള്ളക്കാര്യം വിട്ടകന്നിരിക്കുക. കുറ്റമില്ലാത്തവനെയും നീതിമാനെയും കൊല്ലരുത്. നോക്കുക, കുറ്റമില്ലാത്തവനെയും നീതിമാനെയും കൊല്ലരുത്. നമ്മുടെ ഭാരതത്തിന്റെ ഈ പറയുന്ന പീനൽ കോഡിന്റെ ഒക്കെ വലിയൊരു തത്വം അത് തന്നെയാണ്. എന്താ? 1000 കുറ്റവാളികൾ രക്ഷ പ്രാപിച്ചാലും ഒരു നീതിമാൻ ശിക്ഷിക്കപ്പെടരുത്. ഇതാണ് നമ്മുടെ പീനൽ കോഡിന്റെ ഏറ്റവും സമുന്നതമായിരിക്കുന്ന കാഴ്ചപ്പാടതാണ്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കാഴ്ചപ്പാട് ദൈവം മോശയിൽ കൂടെ പറഞ്ഞു. അപ്പോൾ ഇത് മോശയുടെ വെറും വാക്കല്ല, ദൈവത്തിന്റെ വാക്കുകളാണ്. അപ്പൊ എന്തു പറഞ്ഞു? കുറ്റമില്ലാത്തവനെയും നീതിമാനെയും കൊല്ലരുത്, ഞാൻ ദുഷ്ടനെ നീതീകരിക്കയില്ല എന്നാ പറഞ്ഞ്. ഇനി മറ്റൊരു അനുഭവം നമ്മൾ നോക്കുക. നമ്മളിവിടെ ഈ നമ്മുടെ കൃഷിഭൂമിയെ കുറിച്ച് ദൈവം എങ്ങനെ കരുതുന്നു. അവിടെ പറയാ, കൃഷിഭൂമികൾ നാം എങ്ങനെ സംരക്ഷിക്കണമെന്നാ പറയുന്നത്. 6 സംവത്സരം നിന്റെ നിലം വിതച്ച് വിളവെടുത്തുകൊള്ളുക. 7-ാം സംവത്സരത്തിലോ അത് ഉഴവ് ചെയ്യാതെ വെറുതെ ഇട്ടേക്കുക. നിന്റെ ജനത്തിലെ ദരിദ്രന്മാർ അഹോവൃത്തി കഴിക്കട്ടെ. അപ്പൊ ദരിദ്ര ജനത്തിനു വേണ്ടി കരുതുന്ന ദൈവം അന്ന് ഒന്നുമില്ലാത്തവന് വേണ്ടി, അവന് വേണ്ടി റിസർവ് ചെയ്യുന്ന ഒരു അനുഭവം നോക്കുക. 6 വർഷം നിന്റെ നിലം നിനക്ക് വേല ചെയ്യാം. 7-ാമത്തെ വർഷം അവിടെ നീ ശൂന്യമായി ഇട്ടേക്കണം, അവിടെ വെറുതെ ഇട്ടേക്കണം. നീ കൃഷി ചെയ്യാൻ പോകരുത്. അവിടെ ഉണ്ടാകുന്ന വിളവുകൾ നമുക്കറിയാം. ആയി കിടന്ന ആ വിത്തുകളെല്ലാം മുളച്ചവിടെ വരും. അതിന്റെ ഫലം അവിടെ ഉണ്ടാകും. അത് ഈ ദരിദ്രന് അവകാശപ്പെട്ടതാണ്. അപ്പൊ ഒരു വിളഭൂമിയിൽ ഉണ്ടാകുന്ന വിത്തുകളിൽ നിന്ന് മുളച്ചു വരുന്ന ആ ചെടികളിൽ ഉളവാകുന്ന ഫലങ്ങൾ അതിന് അവകാശി ദരിദ്രനാണ്. ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാ പ്രിയമുള്ളവരെ. ഇത് എഴുതിയിരിക്കുന്ന ഈ പുസ്തകം അത് ദൈവാത്മനിശ്വസ്തമല്ല എന്ന് പറയുവാൻ നമ്മുടെ നാവുകൾക്ക് എങ്ങനെ ശക്തി ഉണ്ടാവും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി മറ്റൊന്ന്, ഈ 7-ാമത്തെ വർഷം വെറുതെ ഇടാൻ പറയുമ്പോൾ ഇത് ഈ ഭൂമിയെ സംബന്ധിച്ച് അത് മറ്റൊരു കൃഷിശാസ്ത്രം കൂടെയാണ്. ഇത് മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. എന്താ? നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലൊക്കെ 6 വർഷം അല്ലെ 1 വർഷം അല്ലെ 2 വർഷം കൃഷി ചെയ്തതിന് ശേഷം അടുത്തൊരു വർഷം നാം ഈ ഭൂമി വെറുതെ ഇടുമ്പോൾ ആ ഭൂമിയുടെ വീര്യം വർദ്ധിച്ചു വരും. നാം നിരന്തരമായി കൃഷി ചെയ്തുകൊണ്ടിരുന്നാൽ, അല്ലെ ഒരേ വിളവുകൾ തന്നെ ഇറക്കിക്കൊണ്ടിരുന്നാൽ ആ കൃഷിഭൂമിയുടെ വീര്യം നഷ്ടപ്പെട്ടു പോകും. അതിൻ്റെ വീര്യം ഉദ്ധരിച്ചു കിട്ടുവാൻ ആവശ്യം ഈ ഭൂമി ഏതാനും ചില നാളുകൾ, അതിന് കൃത്യമായ ഒരു കാലയളവാണ് ദൈവം പറഞ്ഞത്. 6 വർഷം അധ്വാനിച്ചു, 7-ാമത്തെ ദിവസം അത് വെറുതെ ഇടുക. 7-ാമത്തെ ദിവസം എന്നുള്ളത്, 7 എന്നുള്ളത് ദൈവത്തിന്റെ അക്കമാണ് 7 എന്നുള്ളത്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതൊരു പൂർണ്ണതയുടെ സംഖ്യയാണ്. എന്നിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാ പറയുന്നത്. പിന്നെ 7 ശബത്താണ്ടായ 7 സംവത്സരം എണ്ണയണം. അങ്ങനെ 7 ശബത്താണ്ടായ 49 സംവത്സരം കഴിയണം. അപ്പോൾ 7-ാം മാസം 10-ാം തീയതി കാഹളം ധ്വനിപ്പിക്കണം. പാപപരിഹാര ദിവസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദേശത്തെല്ലായിടവും കാഹളം ധ്വനിപ്പിക്കണം. 50-ാം സംവത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്തെല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. അത് നിങ്ങൾക്ക് യോവേൽ സംവത്സരമായിരിക്കണം. അപ്പൊ ഇവിടെ 6 വർഷം വേല ചെയ്തു, 7-ാമത്തെ വർഷം വെറുതെ ഇടാൻ പറഞ്ഞു.
വീണ്ടും പറയാ, ഇങ്ങനെ 7 7 49 വർഷങ്ങൾ ഇങ്ങനെ പോകണം. അപ്പൊ 50 വർഷത്തിനുള്ളിൽ 7 വർഷം ഈ ഭൂമി തരിശായി കിടക്കും. എന്നാൽ 50-ാമത്തെ വർഷം അത് തരിശായിട. അതിനും യോവേൽ സംവത്സരം എന്നാ പറയുന്നത്. ആ യോവേൽ സംവത്സരത്തിന് മറ്റു ചില പ്രത്യേകതകളുണ്ട് പ്രിയമുള്ളവരെ. നിങ്ങൾ താന്താന്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. ഏറ്റവും വലിയ സോഷ്യലിസം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്രയേലിൽ ദൈവം പ്രഖ്യാപിച്ച ഈ ഒരു യോവേൽ സംവത്സരത്തിലാണ്. നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. ഓരോരുത്തരും താന്താന്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം. 50-ാം സംവത്സരം നിങ്ങൾക്ക് യോവേൽ സംവത്സരമായിരിക്കണം. അതിൽ നിങ്ങൾ വിതയ്ക്കുകയോ പടുവിള കൊയ്യുകയോ വള്ളിത്തല മുറിക്കാത്ത മുന്തിരിവള്ളിയുടെ പഴം പറിക്കുകയോ ചെയ്യരുത്. അത് യോവേൽ സംവത്സരമാകുന്നു. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. ആ ആണ്ടത്തെ അനുഭവം നിങ്ങൾ വയലിൽ നിന്ന് എടുക്കണം. ഇങ്ങനെയുള്ള യോവേൽ സംവത്സരത്തിൽ നിങ്ങൾ താന്താന്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. അപ്പൊ ഈ 50 വർഷത്തിനുള്ളിൽ അവർ കൃഷി ചെയ്യുന്ന ഭൂമി ഒരുപക്ഷെ അവർ പാട്ടത്തിനെടുത്തതോ സ്വന്തമായിട്ടുള്ളതോ അല്ലായിരിക്കാം. അങ്ങനെയുള്ള ഭൂമിയൊക്കെ അവർ വിട്ടുകൊടുക്കണം. ആർക്കത് അവകാശമായി ലഭിച്ചു അവരുടെ കയ്യിൽ നിന്നും അവര് കൃഷി ചെയ്യാൻ പാട്ടത്തിന് വാങ്ങി അവർക്കത് തിരികെ നൽകിക്കൊണ്ട് അവരുടെ സ്വന്തം അവകാശത്തിലേക്ക് അവർ മടങ്ങിപ്പോകണം. കൂട്ടുകാരൻ എന്തെങ്കിലും വിൽക്കുകയോ കൂട്ടുകാരനോട് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്താൽ നിങ്ങൾ തമ്മിൽ അന്യായം ചെയ്യരുത്. അതിനുശേഷം ഈ 50-ാമത്തെ വർഷം പറയുന്നത് ഇവിടെ എല്ലാ കടങ്ങളും എഴുതി തള്ളുകയാണ്. ഇന്നിപ്പോ നമ്മുടെ സർക്കാരുകൾ അനേകം കാർഷിക കടങ്ങളും എഴുതി തള്ളിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് എഴുതി തള്ളിയിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെന്റുകൾ എഴുതി തള്ളുന്നുണ്ട്. ഇതുപോലെ ഒരു സംഭവം ഈ ഇസ്രയേലിൽ നടന്നിരുന്നു. ഈ 50 വർഷത്തിനുള്ളിൽ ആരൊക്കെ കടക്കാരായിട്ടുണ്ട് അവരുടെ എല്ലാ കടങ്ങളും എഴുതി തള്ളി അവർ സ്വതന്ത്രരായി തീരുകയാണ്. എന്ന് പറഞ്ഞാൽ 51-ാമത്തെ വർഷം അവരൊരു പുതിയ യുഗത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. പുതിയ ഒരു സാമൂഹ്യ അന്തരീക്ഷം അവർക്ക് 1-ാമത്തെ വർഷത്തിൽ അവർക്കുണ്ടായിരുന്ന അവകാശങ്ങൾ ഏതൊക്കെയായിരുന്നു, അവർ ഏതെല്ലാം വിധത്തിൽ അവര് സമ്പന്നരായിരുന്നു, അതേ അവസ്ഥയിലേക്ക് 51-ാം വർഷത്തിൽ അവർ കടന്നു ചെല്ലും. നോക്കുക, അതൊരു പുതു ജീവിതത്തിന്റെ തുടക്കമാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൽ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഉള്ള ആ ഭേദം 50 വർഷത്തിനുള്ളിൽ ഇല്ലാതെയാകും. ഇങ്ങനെയൊരു സംവിധാനം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതല്ലേ സോഷ്യലിസം എന്ന് പറയുന്നത്? അപ്പൊ ഇങ്ങനെ വലിയൊരു സോഷ്യലിസം നടപ്പാക്കുവാൻ നമ്മുടെ കർത്താവിന് ദൈവത്തിന് സാധിച്ചിട്ടുണ്ട്. അവൻ ഇസ്രയേലിൽ നടപ്പാക്കിയതാണ്. ആ യോവേൽ സംവത്സരത്തെ കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങളോട് പറയാനുണ്ട്. അതിനുള്ള സമയം ഇവിടെയില്ല. ഇതിനൊരു മഹായോവേൽ എന്ന് പറയുന്ന, ഭൂമിയുടെ മഹായോവേൽ എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സമയം കിട്ടുകയാണെങ്കിൽ ചിന്തിക്കാം. അപ്പൊ വീണ്ടും ഞാൻ കടന്നു പോകുന്നത് ഇസ്രയേലിന്റെ ഈ അനുഭവത്തിലേക്കാണ്. എന്താ, ഈ അവരുടെ കൃഷിഭൂമികളെല്ലാം 7-ാം സംവത്സരത്തിലും അങ്ങനെ 7 വർഷങ്ങൾ കൂടിയുള്ള 49-ാം വർഷം കഴിഞ്ഞിട്ടുള്ള 50-ാം വർഷത്തിലും അത് കൃഷി ചെയ്യാതെ അങ്ങനെ ശൂന്യമായി ഇടുക എന്നുള്ള അവസ്ഥയിലാണ്. ഇത് ദൈവം സകല ജനങ്ങൾക്കും വേണ്ടി, ദരിദ്രനും എല്ലാവർക്കും വേണ്ടി കരുതിയ ദൈവത്തിന്റെ കരുതലാണ്. ഇനി നാം നോക്കുക, ആഹാര കാര്യങ്ങളിൽ ദൈവം കൊടുത്തിരിക്കുന്ന ചില പ്രമാണങ്ങളുണ്ട്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. 23-ാം അധ്യായം പുറപ്പാട് പുസ്തകം അതിന്റെ 19-ാം വാക്യത്തിൽ പറയുന്ന ഇങ്ങനെയാ: ആട്ടിൻകുട്ടിയെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത്. ഇതൊരു ആഹാര കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു നിയന്ത്രണം. തള്ളയുടെ പാലിൽ ആട്ടിൻകുട്ടിയെ നിങ്ങൾ പാകം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് പകരം തള്ളയുടെ പാൽ കറന്നതിന്റെ മാംസം വേവിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. മുലകുടി പാറാത്ത കുഞ്ഞുങ്ങൾ തള്ളയുടെ അകിട്ടിൽ നിന്നും സദാ പാലുടിച്ച് അവർ വിശപ്പടക്കുന്ന കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ള മൃഗങ്ങളെ കൊല്ലരുത്, തിന്നരുത്. അത് പറയാൻ അതിനകത്ത് ഒരു ആരോഗ്യപരമായിരിക്കുന്ന ഒരു വിഷയമുണ്ട്. അതിനകത്ത് ടോക്സിക് വിഷങ്ങൾ ഉണ്ടാവും, വിഷാംശം അതിനകത്ത് ഉണ്ടാകും. അതുകൊണ്ടാണ്. അപ്പൊ മനുഷ്യന്റെ ആരോഗ്യത്തിന് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തെ നമ്മൾ അവിടെ കാണുന്നത്. നാം ലേവ്യ പുസ്തകം തന്നെ അടുത്ത 17-ാം അധ്യായത്തിലേക്ക് നാം പോകുമ്പോൾ
നമുക്ക് മറ്റു ചില കാര്യങ്ങളും കൂടെ ഇതോടുള്ള ബന്ധത്തിൽ കാണാൻ സാധിക്കും. ലേവ്യാപുസ്തകം 17-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്: നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, നീ ഇസ്രായേൽ ഗൃഹത്തിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും ഹോമയാഗമോ ഹനനയാഗമോ അർപ്പിക്കുകയും അത് യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. അത് നിൽക്കട്ടെ, അതിന്റെ താഴെ പറയാം: നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും വല്ല രക്തവും, ഇസ്രായേൽ ഗൃഹത്തിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും വല്ല രക്തവും ഭക്ഷിച്ചാൽ രക്തം ഭക്ഷിച്ചതിന്റെ നേരെ ഞാൻ ദൃഷ്ടി വെച്ച് അവനെ അവന്റെ ജനത്തിന്റെ ഇടയിൽ നിന്നും ഛേദിച്ചു കളയും. പിന്നെ മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകുന്നത്. അതുകൊണ്ടത്രേ നിങ്ങളിൽ യാതൊരുത്തനും രക്തം ഭക്ഷിക്കരുത്. നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയും രക്തം ഭക്ഷിക്കരുത് എന്ന് ഞാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചത്. നോക്കുക, രക്തം നമ്മുടെ ആഹാര കാര്യത്തിൽ ദൈവം കൊടുത്ത വലിയൊരു നിർദ്ദേശമാണ്. രക്തത്തോടുകൂടി മാംസം ഭക്ഷിക്കരുത്. ഇപ്പൊ നാം ഭക്ഷിക്കുന്നത് മൃഗങ്ങളുടെ രക്തമാണ്, മനുഷ്യന്റെ മാംസമല്ല നാം ഭക്ഷിക്കുന്നത്. അപ്പൊ ഇവിടെ ഭക്ഷിക്കുന്നത് മൃഗത്തിന്റെ മാംസമായതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ആ രക്തവും മൃഗത്തിന്റെ രക്തമാണ്, മനുഷ്യന്റെ രക്തം ഭക്ഷിക്കരുതെന്നല്ല. അപ്പൊ മൃഗങ്ങളുടെ രക്തം എന്ന് അത് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ രക്തം ഭക്ഷിക്കാമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ പറയാൻ മറ്റു ചില കാരണങ്ങളുണ്ട്, മറ്റു ചില ഉപദേശങ്ങളുള്ള ബന്ധത്തിലാണ് അത് പറയുന്നത്. എങ്കിലും വീണ്ടും പറയുകയാണ് അതിന്റെ 14-ാം വാക്യത്തിൽ: സകല ജഡത്തിന്റെയും ജീവൻ അതിന്റെ ജീവാധാരമായ രക്തം തന്നെ. അതുകൊണ്ടത്രേ ഞാൻ ഇസ്രായേൽ മക്കളോട് യാതൊരു ജഡത്തിന്റെയും രക്തം നിങ്ങൾ ഭക്ഷിക്കരുതേ എന്ന് കൽപ്പിച്ചത്. സകല ജഡത്തിന്റെയും ജീവൻ അതിന്റെ രക്തമല്ലോ. അപ്പൊ രക്തം ഭക്ഷിച്ചാൽ എവിടെയും ആരോഗ്യപരമായിരിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. അത് നാം മനസ്സിലാക്കാം. നമ്മൾ രക്തം കുത്തിവെക്കണമെങ്കിൽ അത് ക്രോസ് മാച്ച് ചെയ്ത് നമ്മളുടെ ശരീരത്തിലുള്ള രക്തവുമായി യോജിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് രക്തം കുത്തിവെക്കുന്നത്. നാം അതേപടി ആഹാരമായി കഴിച്ചാൽ അങ്ങനെ സാഹചര്യമല്ല. അപ്പൊ അതുകൊണ്ട് രക്തം ഭക്ഷിക്കരുത് എന്നുള്ളത് ആരോഗ്യപരമായിരിക്കുന്ന വലിയ ഒരു നിർദ്ദേശമാണ്. ദൈവം ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേലിൽ കൂടെ നമുക്ക് നൽകിയിരിക്കുകയാണ്. വീണ്ടും നമുക്ക് നോക്കിയാൽ സാധിക്കും, കാണാൻ പറ്റുന്നത് ലേവ്യാപുസ്തകത്തിന്റെ 19-ാം അധ്യായത്തിൽ പറയുക. അവിടെ നാം നോക്കുക, പരദേശിക്ക് വേണ്ടി, ദരിദ്രന് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങളുടെ നിലത്തിലെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിന്റെ അരികു തീർത്തു കൊയ്യരുതേ. നിന്റെ കൊയ്ത്തിന് കാലാപെറുക്കയുമരുതേ. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ കാലാ പറിക്കരുതേ. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വീണ് കിടക്കുന്ന പഴം പെറുക്കയും അരുതേ. അവയെ ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. നോക്കുക, നീ എന്ത് ചെയ്യണം? കൊയ്യുമ്പോൾ, നിലത്തിലെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിന്റെ അരികു തീർത്തു കൊയ്യരുതേ. ഈ കാലാപെറുക്കാൻ വരുന്ന ആ പരദേശിയും ദരിദ്രനും അവൻ എന്തെങ്കിലും അവന്റെ സഞ്ചിയിൽ ഇട്ടുകൊണ്ട് പോകുവാൻ വേണ്ടേ? അവൻ നിരാശനായി ഒരു മണി ഗോതമ്പ് പോലും ആ കണ്ടത്തിൽ നിന്നും ആ നിലത്തിൽ നിന്നും കിട്ടാതെ അവൻ മടങ്ങേണ്ടി വന്നാൽ അവന്റെ ഹൃദയത്തിന് എത്ര ആഘാതമാത്, അവൻ എത്ര നിരാശപ്പെടും. അവന്റെ ആ വിശക്കുന്ന വയറിന് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക നീ കരുതണം പ്രിയമുള്ളവരെ എന്നാ പറയുന്നത്. അപ്പൊ നോക്കുക, അവിടെ പരദേശിയെയും ദരിദ്രനെയും കരുതുന്ന ദൈവം, ഈ ദൈവമാ പറയുന്നത്. പാപിയെ, ഈ ദൈവത്തെ കുറിച്ചാ പറയുന്നത്. പാപിയെ നിത്യ നരകത്തിലിട്ട് ദണ്ഡിപ്പിക്കുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ആ നിത്യനരകം, നിത്യദണ്ഡനം എന്നുള്ള വിഷയത്തിലേക്ക് അടുത്ത ദിവസം തന്നെ ഞാൻ വരും. അതിൻ്റെ ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. അപ്പൊ ഇവിടെ പറയുക, പിന്നെ നിന്റെ കൊയ്ത്തിന്റെ കാലാപെറുക്കരുത് നീ. കാരണം അത് അവൻ പെറുക്ക് കിട്ടണം. നമ്മൾ കൊയ്ത് കച്ച കെട്ടുമ്പോൾ ആ കച്ചയ്ക്കുള്ളിൽ പെടാതെ ഒന്നോ രണ്ടോ കതിർമണികൾ അവിടെ വീണു പോയിട്ടുണ്ടെങ്കിൽ അതവിടെ കിടക്കട്ടെ. അതവൻ പുറകെ വരുന്ന ആ ദരിദ്രൻ അത് പെറുക്കട്ടെ. ഇതാണ് കരുതുന്നത്. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ കാലാ പറിക്കരുത്. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വീണ് കിടക്കുന്ന
പഴം പെറുക്കയുമരുതേ, ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നോക്കുക, ഇത് കൽപ്പിക്കുന്നത് ആരാണെന്നാ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാണ്. നിങ്ങളോട് ഇത്രയും ആധികാരികമായി പറയുവാൻ അവകാശമുള്ള മറ്റൊരുത്തനും ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അടുത്തത് പറയാ, നിങ്ങൾ മോഷ്ടിക്കരുത്, ചതിക്കരുത്, ഒരുത്തനോട് ഒരുത്തൻ ഭോഷ്കു പറയരുത്. എത്ര വലിയ പെരുമാറ്റ ചട്ടമാ മനുഷ്യർക്ക് കൊടുക്കുന്നത്. മോഷ്ടിക്കരുത്, പിന്നെ ചതിക്കരുത്, ഒരുത്തനോടൊരുത്തൻ ഭോഷ്കു പറയരുത്, എന്റെ നാമത്തെ കൊണ്ട് കള്ളസത്യം ചെയ്ത് നിന്റെ ദൈവത്തിന്റെ നാമത്തെ അശുദ്ധമാക്കരുത്. പലപ്പോഴും നമുക്ക് എളുപ്പമാണ് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ. ആരുടെ നാമത്തില? ദൈവത്തിന്റെ നാമത്തിൽ, അല്ലെ വിശുദ്ധന്മാരുടെയൊക്കെ നാമത്തിൽ നമ്മൾ ഒരു കള്ളസത്യം അങ്ങോട്ട് ചെയ്യും. ഇത് കേട്ടാൽ എന്താ? അത് എൻ്റെ നാമത്തെ അശുദ്ധമാക്കുന്നതാണ് എന്നാ കർത്താവ് പറയുന്നത്. ഞാൻ യഹോവയാകുന്നു. പിന്നെ പറയാ, കൂട്ടുകാരനെ പീഡിപ്പിക്കരുത്, അവന്റെ വസ്തു കവർച്ച ചെയ്യുമരുത്, കൂലിക്കാരന്റെ കൂലി പിറ്റേന്ന് രാവിലെ വരെ നിന്റെ പക്കൽ ഇരിക്കരുത്. നോക്കുക, വലിയൊരു കരുതൽ. പലപ്പോഴും ഇതും ഇവിടെ എന്താ, ഈ തൊഴിലാളി മുതലാളി സംഘർഷങ്ങൾ നിലനിന്നൊരു കാലമുണ്ട് നമുക്കിവിടെ. നമുക്കറിയാം, ഏതാണ്ട് 1950 കേരളത്തിൽ നിലനിന്ന വലിയ ഒരു സംഘർഷ കാലമുണ്ടായിരുന്നു. തൊഴിലാളി മുതലാളി ബന്ധങ്ങൾ അങ്ങേയറ്റം വഷളായിരുന്ന ഒരു കാലം. തൊഴിലാളിയെ വെറും കഴുതയെ പോലെ പണിയെടുപ്പിക്കുവാൻ മാത്രം അവന് തക്കതായ കൂലി കൊടുക്കാതെ, അവിടെയാണ് ഇവിടെ നമ്മുടെ കമ്മ്യൂണിസം ഇവിടെ രൂപപ്പെട്ടത്. കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ വേരൂന്നാൻ ഇടയായ സാഹചര്യം അതാ. ഇന്ന് സാഹചര്യമൊക്കെ പോയി. അപ്പൊ അതുകൊണ്ട് പറയാ, നീ അവന്റെ വസ്തു കവർച്ച ചെയ്യരുത്, കൂലിക്കാരന്റെ കൂലി പിറ്റേന്ന് രാവിലെ വരെ നിന്റെ പക്കൽ ഇരിക്കരുത്. അപ്പൊ കൃത്യസമയത്ത് ഒരുവൻ പണിയെടുത്താൽ അവന്റെ കൂലി കൃത്യമായി അവന് കൊടുക്കാൻ സാധിക്കണം. പാടത്ത് പണിയെടുത്താൽ വരമ്പത്ത് കൂലി എന്ന് നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞില്ലേ? വളരെ ശരിയാ. ആ വരമ്പത്ത് തന്നെ അവന്റെ കൂലി കൊടുക്കാൻ ഈ യജമാനൻ തയ്യാറാകണം. പ്രിയമുള്ളവരെ, അതാണ് പറയുന്നത്. വീണ്ടും, ചെകിടനെ ശപിക്കരുത്, കുരുടന്റെ മുമ്പിൽ ഇടർച്ച വയ്ക്കരുത്, നിന്റെ ദൈവത്തെ ഭയപ്പെടണം. അപ്പൊ ചെകിടനെ, ചെവി കേൾക്കാത്തവനെ, അവനെ ശപിക്കരുത്. അംഗവൈകല്യമുള്ളവരെ കരുതണം. ഇതാ പറയുന്നത്. ഇന്നെത്രയോ അംഗവൈകല്യമുള്ളവർക്ക് വേണ്ടി എന്തെല്ലാം പദ്ധതികൾ ഇന്ന് നമ്മുടെ ഗവൺമെന്റുകൾ രൂപീകരിച്ചിരിക്കുന്നു. അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം കരുതിയതാണ്. ഞാൻ പറയുന്നു, ഇങ്ങനെയുള്ള ഈ കാലത്ത് ഇങ്ങനെയുള്ള സംരക്ഷണയിലേക്കൊക്കെ നമ്മുടെ ഗവൺമെന്റുകൾ പോകുമ്പോൾ അതൊക്കെ നമ്മോട് വിളിച്ചു പറയുന്നത് തീർച്ചയായും ഇത് ദൈവത്തിന്റെ രാജ്യത്തിൽ കൃത്യമായി നടപ്പാകുന്ന പദ്ധതികളാണ്. ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾ എത്ര അധികം അത് അർത്ഥവത്തായിരുന്നാലും ആത്മാർത്ഥതയുള്ളതായിരുന്നാലും പലതും നടപ്പാക്കാൻ സാധിക്കാത്ത സാമൂഹ്യ പശ്ചാത്തലം ഇവിടെയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ രാജ്യത്തിൽ അങ്ങനെ ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക്, കൽപ്പനകൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടാകില്ല. അതിനെയൊക്കെ ദൈവം തളർത്തിയിരിക്കും. അതാ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിന്റെ ദൈവത്തെ ഭയപ്പെടണം, ഞാൻ യഹോവയാകുന്നു. ന്യായവിസ്താരത്തിൽ അന്യായം ചെയ്യരുത്, എളിയവന്റെ മുഖം നോക്കാതെയും വലിയവന്റെ മുഖം ആദരിക്കാതെയും നിന്റെ കൂട്ടുകാരന് നീതിയോടെ ന്യായം വിധിക്കണം. ഈ കാര്യത്തിൽ വളരെ പരാജയമാണ് നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങൾ പലതും. ഇത് ദുഃഖത്തോടുകൂടിയാ പറയുന്നത്. എന്താ അവിടെ പറയുന്നത്? എളിയവന്റെ മുഖം നോക്കാതെയും വലിയവന്റെ മുഖം ആദരിക്കാതെയും നിന്റെ കൂട്ടുകാരന് നീതിയോടെ ന്യായം വിധിക്കണം. അതിന് കഴിവുണ്ടാകണം. ഒരു ഭരണകർത്താവിന്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത്, അവന്റെ ഏറ്റവും വലിയ മേന്മയെന്ന് പറയുന്നത്, ഏത് കാര്യത്തിലും സ്വന്തം മക്കളാണെങ്കിൽ പോലും അവര് ചെയ്യുന്ന തെറ്റാണെന്ന് പറയാനുള്ള തൻ്റെ ഇടമുണ്ടാകണം. അതിന് കഴിവില്ല എങ്കിൽ ഇവിടെ ഇങ്ങനെയുള്ള അധാർമികതകളും അനീതികളും വളർന്നുകൊണ്ടിരിക്കും. വളമിട്ട് കൊടുക്കുക, നമ്മൾ അനീതിക്ക് വളമിട്ട് കൊടുക്കുക. അവനെ നാം
അവന്റെ വിസ്താരത്തിൽ അവനെ സഹായിച്ചാൽ, വ്യക്തമായി ഒരുവൻ തെറ്റ് ചെയ്തു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ, അവനെ ഒരു കാരണവശാലും, അവൻ സ്വന്തം മകനാണെങ്കിൽ പോലും അവനെ സംരക്ഷിക്കാൻ ഒരു നീതിപീഠവും ഒരു ഭരണാധികാരിയും തയ്യാറാകരുത് എന്നുള്ളതാ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. അവിടെ എന്തോ നീതിയും ന്യായവും നടപ്പാകെയുള്ളൂ. പ്രിയമുള്ളവരെ, നിന്റെ ജനത്തിന്റെ ഇടയിൽ ഏഷണി പറഞ്ഞു നടക്കരുതേ, കൂട്ടുകാരന്റെ മരണത്തിനായി നിഷ്കർഷിക്കരുതേ, ഞാൻ യഹോവയാകുന്നു. വീണ്ടും താഴേക്ക് പറയാം, നിന്റെ ജനത്തിന്റെ മക്കളോട് പകവയ്ക്കരുതേ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അതുകൊണ്ട് പക, വിദ്വേഷം ഇതൊന്നും ദൈവത്തിന്റെ മക്കൾക്ക് അവിടെ പറയുന്നതല്ല. കാരണം സ്നേഹിക്കണമെന്നാ പറയാം. സ്നേഹം എല്ലാ വിദ്വേഷങ്ങളെയും അവസാനിപ്പിക്കുന്ന യഥാർത്ഥ സ്നേഹമുള്ളിടത്ത് പകയില്ല, വിദ്വേഷമില്ല, അവനോടുള്ള യാതൊരു ചതിയും വഞ്ചനയുമില്ല. യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ എല്ലാ ദോഷങ്ങളും മറ്റുള്ളവന്റെ എല്ലാ ദോഷങ്ങളും നമുക്ക് വെറുക്കാൻ, നമുക്ക് മറക്കാൻ സാധിക്കും. നമ്മൾ നോക്കുക, നമ്മുടെ കുഞ്ഞു മക്കൾ അവർ എത്ര വിലപിടിപ്പുള്ള ഒരു വസ്തു എറിഞ്ഞു പൊട്ടിച്ചെന്ന് കണ്ടാലും നാം ഒരുപക്ഷെ ആ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും, എടുത്ത് മടിയിലിരുത്തി ഒരു ഉമ്മ കൊടുക്കും. അതാ നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഒരു വിലപിടിപ്പുള്ള ഒരു കുടുംബത്തിലെ വസ്തു നമ്മുടെ കുഞ്ഞെടുത്ത് പൊട്ടിച്ചാൽ ഉടനെ ഒലക്കെടുത്ത കുഞ്ഞിനെ അടിച്ചു കൊല്ലുവോ? ഒരിക്കലും നമ്മൾ ചെയ്യില്ല. നമുക്ക് സ്നേഹമുണ്ട്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു എന്നാ കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, സ്നേഹം ദോഷം കണക്കിടുന്നില്ല എന്ന്. അതിന്റെ നമ്മുടെ ബുക്കിൽ ദോഷം എന്ന് പറയും, ദോഷത്തിന്റെ ഒരു കണക്ക് നമ്മളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നമുക്ക് ലാഭനഷ്ടങ്ങളുടെ 2 പേജുകൾ ഉണ്ടാകും. എന്നാൽ സ്നേഹം ഉള്ളിടത്ത്, യഥാർത്ഥ സ്നേഹമുള്ളിടത്ത് ഈ നഷ്ടത്തിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ദോഷത്തിന്റെ കണക്ക് നമ്മൾ ഒരിക്കലും സൂക്ഷിക്കുകയില്ല. അതപ്പം തന്നെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യും, എഴുതിക്കളയും. ഇതിന്റെ പേരില ഈ കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ സ്നേഹത്തിന്റെ അഭാവത്തിലാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിന്നെപ്പോലെ നിന്റെ സ്നേഹിതനെ, നിന്റെ കൂട്ടുകാരനെ, നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ വീണ്ടും പറയാം, മക്കളോട് പകവയ്ക്കരുതേ, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം, ഞാൻ യഹോവയാകുന്നു, നിങ്ങൾ എന്റെ ചട്ടങ്ങൾ പ്രമാണിക്കണം. വീണ്ടും പറയാ, മൃഗങ്ങളെ നിങ്ങൾ നോക്കുക, 2 തരം മൃഗങ്ങളെ തമ്മിൽ ഇണചേർക്കരുത്. അതിന്റെ അനുഭവം നാം, കുതിരയും കഴുതയും തമ്മിൽ ഇണചേർന്നാൽ ഉണ്ടാകുന്ന മക്കൾക്ക് സന്താനോൽപാദന ശേഷി ഇല്ലാതെ പോകും. അപ്പൊ 2 തരം മൃഗങ്ങളെ ഇണചേർക്കരുത്. വീണ്ടും മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, 2 ഗണത്തിൽപ്പെട്ട 2 വിഭാഗത്തിൽപ്പെട്ട മൃഗങ്ങളെ ചേർത്ത് ഉഴാൻ കൊണ്ടുപോകരുത്. എന്നിട്ട് ആരോഗ്യപരമായിട്ട് ഒന്നിനേക്കാളും ശക്തി കുറവായിരിക്കും മറ്റൊന്ന്, അവയെ തമ്മിൽ ചേർത്ത് നാം നിലം ഉഴാൻ പോകരുത്. അത് ഒന്നിന് കൂടുതൽ ഭാരമുണ്ടാകും. ശക്തിയുള്ളവൻ വലിച്ചുകൊണ്ട് പോകും, മറ്റവൻ മുഴുവൻ ഭാരവും ഏൽക്കേണ്ടി വരും. പിന്നെ നിന്റെ വയലിൽ കൂട്ടുവിത്ത് വിതയ്ക്കരുത്. നോക്കുക, കൂട്ടുവിത്ത് നമ്മുടെ വയലിൽ വിതയ്ക്കരുത്. അത് നമ്മുടെ മണ്ണിന്റെ ഫെർട്ടിലിറ്റിയെ അത് ബാധിക്കുന്ന ഒന്നാണ്. ഇതൊക്കെ കെമിക്കലി അത് ദോഷം ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ 2 വിധത്തിലുള്ള കൂട്ടുവിത്ത് അത് വിതയ്ക്കരുത്. പിന്നെ 2 വക സാധനം കലർന്ന വസ്ത്രം ധരിക്കരുത്. നമ്മളുടെ വസ്ത്രത്തിൽ ഒന്നിൽ കോട്ടണും സിൽക്കും ചേർന്നുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, രക്തത്തോടു കൂടിയുള്ളത് തിന്നരുത്, മരിച്ചവന് വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്, മെയ്മേൽ പച്ച കുത്തരുത്. അതാണ് മറ്റൊരു വലിയ കാര്യം. ഇന്ന് നമുക്കറിയാം, എല്ലാവരും സൗന്ദര്യവർദ്ധനയ്ക്ക് വേണ്ടി ചെയ്യുന്ന വലിയ കാര്യമാണ് ശരീരം മുഴുവൻ പച്ച കുത്തി. ആ ശരീരം ദൈവം ഇത്രയും മനോഹരമായി സൃഷ്ടിച്ച് നിർമ്മിച്ചു തന്ന ഈ ശരീരത്തെ പച്ച കുത്തി അതിനെ നശിപ്പിക്കുകയാണ്. ഇത് ക്യാൻസർ മുതലായ രോഗങ്ങൾക്ക് കാരണമാകും എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ശാസ്ത്രം പറയുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പറയുക, നിങ്ങൾ ശരീരത്തിൽ പച്ച കുത്തരുത്. ഇനിയും എത്രയോ കാര്യങ്ങൾ കിടക്കുന്നു. ഇപ്രകാരം ദൈനംദിന ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള നിയമങ്ങൾ ദൈവം നൽകിയിരിക്കുന്നത്. നമുക്ക് വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. ദൈവനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഞാൻ ഒരിക്കൽ കൂടെ നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം എൻ്റെ വാക്യങ്ങൾ ഞാൻ ഇവിടെ
വിരമിക്കുന്നു.